പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമാ. ശ്രുതിയും താളവുമൊത്തേ ഗാനം സ്തോത്രസുഖം നൽകൂ. നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഒന്നാണ് എന്നാണ് അർത്ഥം. ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, ഒന്നിച്ചു നിൽക്കുന്നതാണ് സ്നേഹം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന അക്ഷരങ്ങൾക്ക് അർത്ഥമില്ല. എന്നാൽ അക്ഷരങ്ങൾ ഒന്നിച്ചു നിന്നാൽ വാക്കുകളാവും, വാക്കിന് അർത്ഥമുണ്ട്. വാക്കുകൾ ഒന്നിച്ചു ചേർന്നാൽ വാക്യമാവും, വാക്യത്തിന് അർത്ഥമുണ്ട്. ഇതേപോലെ ഇവിടെ ഇപ്പോൾ സംഗീതം നടക്കുന്നു. ഒരാൾ പാട്ടുപാടുന്നു, മറ്റൊരാൾ ശ്രുതി മീട്ടുന്നു, ഇനി ഒരാൾ താളമിടുന്നു. ആ ശ്രുതിയും ഗാനവും താളവും ഒന്നിച്ചു ചേരുമ്പോൾ സംഗീതമുണ്ടാവും. അപ്പോൾ ഒന്നിച്ചു ചേരലാണ് സ്നേഹം. വേറെ വേറെ ആവുന്നത് വെറുപ്പാണ്. ആ ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചമെല്ലാം ഒരു സംഗീത സദസ്സാണ്. അതിൽ ചരങ്ങളുണ്ട്, അചരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്. എല്ലാവരും ഒരേ സംഗീതത്തിൻ്റെ അകമ്പടി വാദ്യക്കാരാണ് എന്ന് തിരിച്ചറിയുന്നതാണ് സ്നേഹം. മക്കൾ, ഇന്ന് രാവിലെ കുടിച്ച ചായ, ആ ചായയിൽ എന്തുണ്ട്? ചായയിൽ പാല് കാണാൻ സാധിക്കും. പക്ഷെ ആ പാലിനുള്ളിൽ ഒരു പശുവിരിപ്പില്ലേ? ആ പശുവിന് പാല് ചുരത്താനായത് പുല്ല് ഭക്ഷിച്ചത് കൊണ്ടാണല്ലോ. അങ്ങനെ പുല്ലുണ്ടാവണമെങ്കിൽ നനഞ്ഞ മണ്ണ് വേണമല്ലോ. അപ്പോൾ മണ്ണ് വേണമെങ്കിലോ, ആ മണ്ണിൽ പുല്ല് കുരുക്കണമെങ്കിൽ മഴ വേണമല്ലോ. ആ മഴ പെയ്യണമെങ്കിൽ മേഘവും, മേഘമുണ്ടാവണമെങ്കിൽ നീരാവിയും, നീരാവി ഉണ്ടാവണമെങ്കിൽ ചൂടും, ചൂടുണ്ടാവണമെങ്കിൽ സൂര്യനും വേണമല്ലോ. അപ്പോൾ നമ്മൾ കുടിച്ച ചായയിൽ പാലും പശുവും പുല്ലും മണ്ണും മഴയും ചൂടും നീരാവിയും മേഘവും സൂര്യനും വരെ ഉണ്ട് എന്ന് കാണുന്നതാണ് വിശ്വരൂപ ദർശനം. ഭഗവത്ഗീതയിൽ അർജുനന് ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. എന്താണ് വിശ്വരൂപം? പലതായി പലതായി കാണുന്നതെല്ലാം ഒരൊറ്റ നൂലിൽ കോർത്തതാണ് എന്ന് തിരിച്ചറിവാണ് വിശ്വരൂപം. അപ്പോൾ സ്നേഹമാണ് ഈ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത്. ഒരു ചായയുടെ കാര്യത്തിൽ തന്നെ ഇത്രയും ഒത്തുചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന വാക്ക് രൂപപ്പെട്ടത് ഞാൻ ഭക്ഷിച്ച ആഹാരത്തിൽ നിന്നാണ്. ആ ആഹാരം ഉണ്ടാക്കിയത്, ആ ചോറായി വന്നത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ അതുമാത്രമല്ല, അമ്മയുടെയും അച്ഛൻ്റെയും അധ്വാനത്തിനപ്പുറത്ത് ഈ അരിയാക്കി മാറ്റിയ അനേകം പേരുണ്ട്. ഒരു പക്ഷേ ആന്ധ്രാപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ജോലി ചെയ്യുന്ന കർഷകരുണ്ട്. ആ കർഷകർക്ക് വേണ്ടി അവരോടൊപ്പം കഷ്ടപ്പെട്ട മൃഗങ്ങളുണ്ട്. അതിനനുകൂലമായ കാലാവസ്ഥയുണ്ട്. ഇതെല്ലാം ചേർന്ന് ഉണ്ടായ അന്നത്തിൽ നിന്നാണ് ഞാനീ പറയുന്ന വാക്കുണ്ടായത്. അതുകൊണ്ട് എൻ്റെ വാക്ക് അവർക്ക് വേണ്ടിയുള്ളതാവണം, അവരെ വെറുപ്പിക്കാനുള്ളതാവരുത്. ഒന്നിച്ചു നിൽക്കലാണ് സ്നേഹം എന്ന് കാണിച്ചു തരുന്ന മഹനീയമായ ഭാവമാണ് അടുത്ത പദത്തിലൂടെ അറിയിക്കുന്നത്. പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി. ഒരു വാക്യം അർത്ഥവത്താവണമെങ്കിൽ പദങ്ങൾ തമ്മിൽ തമ്മിൽ ചേർന്ന് നിൽക്കണം. ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പാട്ടിനോടൊപ്പം ശ്രുതിയും താളവും ചേർന്നു നിൽക്കണം. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ പരമാണുഗണം പരസ്പരം ചേർന്ന് കഴിയുന്നതാണ് എന്ന് തിരിച്ചറിയുന്നതാണ് സ്നേഹം. മറ്റൊരാളെ കൂടാതെ ഒരിക്കലും ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കില്ല. ഈശ്വരൻ പോലും പ്രകൃതിയോട് ചേർന്നാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ, ഈ പഞ്ചഭൂതങ്ങൾ തമ്മിൽ ചേർന്നും പിരിഞ്ഞുമാണ് ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്. ഈ ആശയം അവതരിപ്പിക്കുന്ന പ്രേമസംഗീതത്തിൻ്റെ രണ്ടാം ചരണം ചാരുകേശി എന്ന രാഗത്തിലാണ് ഇവിടെ ആലപിക്കുന്നത്. ആദിതാളത്തിൽ ചാരുകേശിയുടെ സ്വരവിസ്താരത്തോടെ നമുക്ക് ഈ പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി എന്ന ഭാഗം ശ്രദ്ധിക്കാം. പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമാ. ശ്രുതിയും താളവുമൊത്തേ ഗാനം സ്തോത്രസുഖം നൽകൂ.
പദങ്ങൾ അന്യമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമാ ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോതൃസുഖം നൽകൂ പരാത്ത സംഖ്യം പരമാണുഗണം പരസ്പരം ചേരും പരാത്ത സംഖ്യം പരമാണുഗണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലീ സകലം ചരാചര ഗ്രാമം പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ പേർത്തും തമ്മിൽ പ്രത്യപ്തേജോ വായുകാശങ്ങൾ പിണൈപ്പുമേന്മേ സൃഷ്ടിയിലീശൻ ഇരിപ്പു സംകൃതിയിൽ പദങ്ങൾ അന്യമാർന്നീ വാക്യം ഭവിപ്പു സാർത്ഥകമാ ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോതൃസുഖം നൽകൂ